പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം നിങ്ങളെ അറിയിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പാവികളെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, നിത്യജീവൻ തരുന്നു. യേശു കർത്താവിനെ രക്ഷിതാവ് കർത്താവായി സ്വീകരിച്ച് കഴിയുമ്പോൾ നാം വാസ്തവമായി രക്ഷിക്കപ്പെടുന്നു. രക്ഷിക്കപ്പെടുന്നവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതുകയും ചെയ്യുന്നു. അവർ വിശ്വാസനാനൊക്കെ സ്വീകരിച്ച് ദൈവസഭയിൽ അംഗങ്ങളാകുന്നു. അങ്ങനെ ഒട്ടനേകം പേർ ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ട്. എന്നാൽ നിത്യവിന് പ്രവേശിക്കുവാൻ അവർ യോഗ്യരായി തീരുമോ എന്ന് തിരുവചനം എന്ത് പറയുന്നു എന്ന് നമുക്ക് നിരന്തരമായി പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുകയാണ്. സർദീസിലെ സഭയ്ക്ക് എഴുതുന്നത്: ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളിച്ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. നീ ഉണരുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. നിന്റെ പ്രവൃത്തി എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് നീ കേൾക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്ത് എങ്ങനെയെന്ന് ഓർത്ത് അതിനെ കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ ഒരു കള്ളനെ പോലെ വരും. ഏത് സമയത്ത് നാഴികയിൽ വരുമെന്ന് നീ അറിയുകയുമില്ല. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർവീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചും കൊണ്ട് അവർ എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവന് ഞാൻ വെള്ളയുടുപ്പ് കൊടുക്കും. അവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും ഞാൻ അവരുടെ പേര് ഏറ്റുപറയും. ആത്മാവ് സഭയോട് പറഞ്ഞു തന്നെ ചെവിയുള്ളം കേൾക്കട്ടെ. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ സഭയെ സംബന്ധിച്ച് പറയുന്നതാണ്. രക്ഷിക്കപ്പെട്ടവരുടെ ഗണത്തിലുള്ള ആളുകളെക്കുറിച്ച് ദൈവം പറയുന്നതാണ്, യേശുക്രിസ്തു പറയുന്നതാണ്. സഭയിൽ കുറേ പേര് യോഗ്യതയുള്ളവരായി കണ്ട് അവർക്ക് വെള്ളികൊടുപ്പ് കൊടുക്കും. ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് അവരുടെ പേര് മായ്ച്ചു കളയല. പിതാവിൻ്റെ സന്നിധിയിലെ ദൂതന്മാരുടെ മുമ്പിൽ അവരുടെ പേര് ഏറ്റു പറയും. അല്ലാതെ ഏറെ പേരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. അവർക്ക് വെള്ളികൊടുപ്പും ഇല്ല, പ്രതിഫലവും ഇല്ല. പ്രിയമുള്ളവരെ, ഇത് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. തിരുവചനത്തിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് തുടർമാനമായി മിക്കവാറും എല്ലാ ദിവസവും ബൈബിളിൽ എന്ത് എഴുതിയിരിക്കുന്നുവോ, എങ്ങനെ എഴുതിയിരിക്കുന്നുവോ അങ്ങനെ തന്നെ നിഷ്പക്ഷമായി എല്ലാ പ്രിയപ്പെട്ടവരോടുമായി സംസാരിക്കാൻ ഇഷ്ടപ്പെടുകയാണ്. നമ്മൾ ദൈവത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നോ അക്ഷരം പ്രതി തെറ്റാതെ അനുസരിച്ച് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് മാതൃക അനുസരിച്ച് ജീവിച്ചാൽ നിത്യത പ്രവേശിക്കാം. നമുക്ക് ഈ ലോകത്തിലെ ജീവിതം അല്പകാലത്തെ ജീവിതമല്ലാമല്ലോ. ലോകത്തിൽ ഒരു മനുഷ്യനെയും വെറുക്കാതെ എല്ലാവരെയും സ്നേഹിച്ച് എല്ലാത്തിലും ഉപരി ദൈവത്തെ സ്നേഹിച്ച് ജീവിച്ച് ജയമെടുത്താൽ ആ നിത്യത പ്രവേശിക്കാം. ഇല്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. വചനാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ കാണണം. സ്തോത്രം.